എന്താ പറയുക, കമൻ്റൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, അതിനൊന്ന് റിപ്ലൈ കൊടുക്കാം. നജിയ ചോദിച്ചിട്ടുണ്ട്, എൻ്റെ റാങ്ക് 16K ആണ്, മുസ്ലിം കാറ്റഗറിയാണ്, ഗവൺമെൻറ് കോളേജിൽ EC ഓർ EEE ഓർ IT കിട്ടാൻ ചാൻസ് ഉണ്ടോ? നജിയയോട് എനിക്ക് വളരെ സ്നേഹപൂർവ്വം പറയാനുള്ള കാര്യം, ഫസ്റ്റ് ഓഫ് ഓൾ ഏത് ബ്രാഞ്ചാണ് വേണ്ടത് എന്നുള്ള കാര്യം ഒന്ന് ഡിസൈഡ് ചെയ്യാം. ഫസ്റ്റ് നിങ്ങൾ എല്ലാ വർഷവും ഞാൻ കയറാൻ നേരം എനിക്കും ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു ബ്രാഞ്ച് ഉറപ്പിച്ച് വയ്ക്കുക. കാര്യം നിങ്ങൾ സെക്കൻഡ് ഇയർ ആകുമ്പം കോർ സബ്ജക്റ്റ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും എനിക്ക് യോജിച്ച ബ്രാഞ്ച് ഇതല്ലായിരുന്നു എന്ന് തോന്നരുത്. പിന്നെ നിങ്ങൾ ഡ്രോപ്പ് ചെയ്ത് പിന്നെയും കീമൊക്കെ എഴുതേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് ഫിക്സാക്കി വയ്ക്കുക. ആ ബ്രാഞ്ചിനെ പറ്റി കൂടുതൽ റിസർച്ച് ചെയ്യുക, എന്നിട്ടത് ഫിക്സാക്കി വയ്ക്കുക കേട്ടോ. ഇങ്ങനെയുള്ള ഡൗട്ട് സത്യം പറഞ്ഞാൽ എന്താ പറയുക, റിപ്ലൈ തരാം, പക്ഷേ ഞാൻ സ്നേഹപൂർവ്വം പറയാണ്, ഇങ്ങനെ ആവരുത്. ദയവ് ചെയ്ത് എന്ത് ചെയ്യുക, നല്ല ഒരു ഏതെങ്കിലും ഒരു ബ്രാഞ്ച് ഫിക്സ് ആക്കുക കേട്ടോ. ഞാൻ നിങ്ങളുടെ നല്ലതിനാണ് പറയുന്നത്. ഇനി അടുത്തത് യൂസർ ചോദിച്ചിട്ടുണ്ട്, എന്താണ് യൂസറേ ഇത്, ഒരു തവണ ഇട്ടാൽ പോരെ മോനെ, BTech ക്ലാസ് എക്സാം റൊട്ടീൻ പ്ലസ് വെക്കേഷനെ കുറിച്ച് പറയുമോ? പറയാട്ടാ. അനുശ്രീ 2900 ചോദിച്ചിരിക്കുന്നു, എൻ്റെ റാങ്ക് 20,480 ആണ്, EWS കാറ്റഗറിയാണ്, ഗവൺമെൻറ് കണ്ണൂരിൽ EC കിട്ടുമോ? ഗവൺമെൻറ് കണ്ണൂരിൽ, ഓക്കെ വെയിറ്റ് എ സെക്കൻഡ്. അപ്പോൾ അനുശ്രീയുടെ റാങ്ക് 20,480 ആയിരുന്നു. ഗവൺമെൻറ് കണ്ണൂരിൽ EWSൻ്റെത് എത്രയാണ്, 13,985 ലാസ്റ്റ് റാങ്ക് വന്നത്. ഈ തവണ എല്ലാവർക്കും CS EC വേണമെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ 13,000 ചിലപ്പോൾ 10,000 ഒക്കെ ആവാനുള്ള സാധ്യത കൂടുതലാണ്. ചിലപ്പോൾ 13,000 16,000 ആകുകയും ചെയ്യാം. എങ്കിലും 20,000 വരെ പോകും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ല. അതുകൊണ്ട് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. എങ്കിലും പ്രതീക്ഷ കൈവിടേണ്ട. ഓപ്ഷൻ എൻട്രിയുടെ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വയ്ക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അടുത്തത് ശ്രീജിത്ത് ചോദിച്ചിരിക്കുന്നത്, IT ഇൻ രാജഗിരി ഓർ EC ഇൻ മുത്തൂറ്റ്. ശ്രീജിത്തിനോട് എനിക്ക് പറയാനുള്ളത്, മോനെ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് ഫിക്സ് ആക്കുക കേട്ടോ. പിന്നെ അടുത്തത് എന്താണ് ബ്രോ, എനിക്ക് പാർവതി 33,685 ആണ്, VK ആണ് കാറ്റഗറി, എനിക്ക് പറ്റിയ നല്ല കോളേജ് പറഞ്ഞു തരുമോ? CSE ഓർ EC, ഗവൺമെൻറ് ആയാലും എയ്ഡഡ് ആയാലും പ്രൈവറ്റ് ആയാലും കുഴപ്പമില്ല. CSE ഓർ EC എന്നുള്ള കമൻറ്റിന് റിപ്ലൈ ഇല്ല. ഓക്കെ, നിങ്ങൾക്കൊന്നും മറ്റേ ലവ് ചിഹ്നം തന്നില്ല അല്ലേ? എല്ലാവർക്കും തന്നേക്കാം. ഇവന് 3 കിട്ടും. ഓ ഭാഗ്യവാനേ. പ്ലീസ് ടു ഡയറി ടെക്നോളജി നോക്കട്ടാടാ, എനിക്ക് അതിനെ പറ്റിയിട്ട് വലുതായിട്ട് അറിയില്ല, നോക്കാട്ടാ. പാർവതിനോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് സെലക്ട് ചെയ്യുക കേട്ടോ. ഓക്കെ, സ്നേഹത്തോടെയാണ് പറയുന്നത്, നിങ്ങളാരും ദേഷ്യമൊന്നും പറയണ്ട. കാര്യം നിങ്ങളുടെ ഒരു ഭാവിക്ക് കൂടിയിട്ടാണ് ഞാനീ പറയുന്നത്. സാർ എനിക്ക് 50K OBC മുസ്ലിം LBS കാസർഗോഡ് CS കിട്ടുമോ? ഏത് ബ്രാഞ്ച് CS നോക്കട്ടെ. LBS കാസർഗോഡ് സ്റ്റേറ്റ് മെറിറ്റ് CS-ന് 16,776 ആണ്. പിന്നെ മുസ്ലിമാണ് ചോദിച്ചതല്ലേ, കാസർഗോഡ് LBS കാസർഗോഡ് മുസ്ലിമിന് വന്നിരിക്കുന്നത് 19,016 ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത്. 50K ഒരിക്കലും കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. LBS-ൽ കിട്ടാൻ സാധ്യതയില്ല. രാജഗിരിയിൽ BTech ഫീസ് ആൻഡ് ഹോസ്റ്റൽ ഫീസ് മെസ് ഫീസ് പെർ ഇയർ പറയാമോ? രാജഗിരിയിൽ ട്യൂഷൻ ഫീസ് വരുന്നത് 75K ആണെന്നാണ് എൻ്റെ ഒരു ഫ്രണ്ട് രാജഗിരിയിൽ ഉണ്ടാവാൻ പറഞ്ഞത്. ഹോസ്റ്റൽ ഫീസ് വരുന്നത് 92K ആണെന്നാണ് പറഞ്ഞത്. ഒരു വർഷമാണ് രണ്ടും പറഞ്ഞത്. അതിൽ ചെറിയൊരു വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം കേട്ടോ. സാർ പ്ലീസ് റെസ്പോണ്ട്, MU കാറ്റഗറി EC ഓർ EEE എവിടെയെങ്കിലും കിട്ടുമോ? EC ഓർ EEE ഏതെങ്കിലും ഒരു ബ്രാഞ്ച് സെലക്ട് ചെയ്യടാ.
മുഹമ്മദ് സ്വാലിഹ്, എനിക്ക് 6823 റാങ്ക്. CS ഓർ EC ഏതെങ്കിലും ഒരു ബ്രാഞ്ച് സെലക്ട് ചെയ്യും മക്കളെ. ബ്രോ, ഗവൺമെൻറ് കോഴിക്കോട് EC ഓർ GC തൃശ്ശൂർ മെക്ക്. കോളേജ് എല്ലാം കൊള്ളാം, ബ്രാഞ്ച് ഏതെങ്കിലും ഒരെണ്ണം നീ ഫിക്സ് ആക്കണം. ബ്രോ, SCT EC ആണോ അതോ കോഴിക്കോട് EC ആണോ നല്ലത്? ഓക്കെ, നീ തന്നെ ഇല്ലടാ മറ്റേത് EC കോഴിക്കോടും തൃശ്ശൂരും ചോദിച്ചാൽ. ഓക്കെ, SCT EC ആണോ കോഴിക്കോട് EC ആണോ നല്ലതെന്ന് ചോദിച്ചെങ്കിൽ SCTയിൽ ഫീസ് കൂടുതലായിരിക്കും, കോഴിക്കോട് ഗവൺമെൻറ് ഫീസാണ് വരുന്നത്. പിന്നീട് പറയാനുള്ളത് SCT എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ പ്ലേസ്മെൻറ്റിനുള്ള സാധ്യത അവിടെ കൂടുതലായിരിക്കും. LBS കാസർഗോഡ് ഓർ എഞ്ചിനീയറിംഗ് കോളേജ് തലശ്ശേരി, വിച്ച് കോളേജ് ബെസ്റ്റ് പ്ലേസ്മെൻറ്റ് ഫോർ EC? LBS ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ എന്താ കാറ്റഗറി ലിസ്റ്റ് കൊണ്ടുള്ള ഗുണം? കാറ്റഗറി ലിസ്റ്റ് കൊണ്ടുള്ള ഗുണം ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ മോനെ, വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ബ്രോ, എനിക്ക് 41K ആണ് റാങ്ക്. OBC കാറ്റഗറി കോഴ്സ് BTech AA and ML SCT TVM കിട്ടുമോ? നോക്കട്ടെ കേട്ടോ. 41K അല്ലേ പറഞ്ഞയാളുടേത്. സ്റ്റേറ്റ് മെറിറ്റ് അവിടെ വന്നിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് 6582. ബാക്കി 18,000 അയ്യോ, കിട്ടാൻ ചാൻസ് കുറവാട്ടോ. എങ്കിലും ഓപ്ഷൻസ് വെച്ചോളൂ, ചിലപ്പോൾ കിട്ടിയാലോ. ചേട്ടാ, വിശ്വജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി നല്ല കോളേജാണോ? അഡ്മിഷൻ എടുക്കാനാണ്. പ്രൈവറ്റ് കോളേജാണ്, അതിനുള്ള ഫീസും കാര്യങ്ങളും ഒക്കെ അടയ്ക്കാൻ തയ്യാറാണ് എങ്കിൽ എടുക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെന്താണ് പറയുക, നന്നായിട്ടൊന്ന് അന്വേഷിക്കുക. വിശ്വജ്യോതിയുടെ ഇൻസ്റ്റഗ്രാം പേജൊക്കെ കാണും, അതിലുള്ള അവിടുത്തെ സീനിയേഴ്സിനോടൊക്കെ ചോദിക്കുക. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ നന്നായിട്ട് പറയാൻ വേണ്ടി കഴിയും കേട്ടോ. അടുത്തത് ബ്രോ, GCT ECയിൽ സ്പോട്ട് കിട്ടാൻ ചാൻസ് ഉണ്ടോ? റാങ്ക് 2961. നിൻ്റെ കാറ്റഗറി ഏതാടാ കുട്ടാ? നിനക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ചിലപ്പോൾ. നല്ല റാങ്ക് ഉണ്ട്, വെരി ഗുഡ്. എനിക്ക് 20K ആണ്. മിഡ്സ് കിട്ടുമോ ECക്ക്? മിഡ്സ് വേണോ? നോക്കാം. മിഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് മുത്തൂറ്റല്ലേ? മുത്തൂറ്റ്, ഞാനിവിടെ എവിടെയോ അത് കണ്ടായിരുന്നല്ലോ. 20K ആണല്ലേ റാങ്ക്? ഓ, കിട്ടും കേട്ടോ. 20K കിട്ടും. ഓക്കെ, അവിടെ അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. 21K റാങ്ക്. MU റിസർവേഷൻ, CE ചെങ്ങന്നൂർ CSൽ മാനേജ്മെൻറ്റ് കിട്ടുമോ? മാനേജ്മെൻറ്റിൻ്റെ കാര്യം അവരെ ഒന്ന് വിളിച്ചു ചോദിച്ചു കേട്ടോ. 9K OBC NCL ഗവൺമെൻറ്റിൽ CS ഓർ EC കിട്ടുമോ? തീർച്ചയായും കിട്ടും. പക്ഷേ ടോപ്പ് 10-ലുള്ളതിൽ ഏകദേശം ശ്രീകൃഷ്ണപുരത്തോ അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക കോഴിക്കോടോ ഇടുക്കി വയനാടൊക്കെ ഷുവറായിട്ട് കിട്ടും. ബ്രോ, എൻ്റെ റാങ്ക് 25,985 കാറ്റഗറി സ്റ്റേറ്റ് മെറിറ്റ് ജനറൽ ആണല്ലേ. CS ഓർ EC നല്ല കോളേജ് സജസ്റ്റ് ചെയ്യാമോ? നല്ല കോളേജ് എന്ന് പറയുമ്പോൾ നിനക്ക് എന്തൊക്കെയാണെങ്കിലും ജനറൽ ആയതുകൊണ്ട് ഒരിക്കലും ഗവൺമെൻറ്റിലോ ഗവൺമെൻറ് എയ്ഡഡിലോ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. IHRD അല്ലെങ്കിൽ പ്രൈവറ്റ് ഏതെങ്കിലുമൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. ബ്രോ, റാങ്ക് 4200. ഓ, വെരി ഗുഡ്. സീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടോ സിവിൽ OBC? ആരെന്താ പറഞ്ഞത്? യെസ് എന്നാരോ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, എന്നാൽ ഞാനും യെസ് പറയുന്നു. 49,056 CS കിട്ടുമോ? നിനക്ക് CS എവിടെയാണ് വേണ്ടത്, കാറ്റഗറി ഏതാണ് എന്നുള്ള കാര്യമൊക്കെ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് റിപ്ലൈ തരാൻ കഴിയുള്ളൂ കേട്ടോ. 16,308 ഈഴവ നല്ല ഗവൺമെൻറ് കോളേജ് CSC അല്ലെങ്കിൽ EC കിട്ടുമോ? വിത്ത് OBC NCL വയനാടോ ഇടുക്കിയോ കിട്ടും. 23K റാങ്ക്. മുസ്ലിം കാറ്റഗറിയാണ്. CS ഓർ EC എന്നല്ലേ നീ ചോദിച്ചത്? എടാ, നീയും ഏതെങ്കിലും ഒരു റാങ്ക് ഫിക്സ് ആക്കിക്കേ, അങ്ങനെ ചോദിക്കല്ലേ. 23K മുസ്ലിം കാറ്റഗറിയാണ്. EC ഗവൺമെൻറ് വയനാടിൽ, ഇടുക്കി അല്ലാണ്ട് എവിടെയെങ്കിലും കിട്ടുമോ? കിട്ടാൻ ചാൻസ് ഇല്ല.
റാങ്ക് 29,306 കാറ്റഗറി BH ഗവൺമെൻറ് കോളേജിൽ കിട്ടാൻ സാധ്യതയുണ്ടോ? ഗവൺമെൻറ് കോളേജിൽ കിട്ടും. ഏത് ബ്രാഞ്ചാണെന്ന് നീ മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് എനിക്കതറിയില്ല. CS ആണ് ഉദ്ദേശിച്ചതെങ്കിൽ എനിക്കറിയില്ല. ബ്രോ 10K റേഞ്ചിൽ ഈസി എവിടെ നല്ല കോളേജ് കിട്ടും? കാറ്റഗറി ഏതാണെന്ന് പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് പറയാമായിരുന്നു. ഓക്കെ ബ്രോ, RIT or MA for CS placement മൈ റാങ്ക് ഈസ് 2.3K. എടാ, MA കോളേജ് എന്ന് പറയുമ്പോൾ കുറച്ച് ഫീസ് കുറച്ച് മാനേജ്മെൻറ്റ് ആയതുകൊണ്ട് കുറച്ചധികം ഫീസ് ഉണ്ടായിരിക്കും. RIT എന്ന് പറയുന്നത് പ്യുവർ ഗവൺമെൻറ് ആയതുകൊണ്ട് അധികം ഫീസ് ഉണ്ടാവില്ല. പ്ലേസ്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ MA കോളേജും RIT ഒക്കെ ഏകദേശം അടുത്തടുത്ത് നിൽക്കുന്ന കോളേജാണ്. ഓക്കെ, MA കോളേജിൽ നിന്ന് CS അവിടെ അഡ്മിഷൻ കിട്ടി, അവിടെ നിന്ന് പിന്നെ RITയിലേക്ക് ട്രാൻസ്ഫർ വാങ്ങിപ്പോയവരെയൊക്കെ എനിക്കറിയാം. ഓക്കെ, രണ്ടും നല്ല കോളേജാണ്, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക. IHRD എന്ന് പറഞ്ഞാൽ എന്താണെന്നല്ലേ? IHRD എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഹെൽത്ത് ഇന്ത്യൻ ഹെൽത്ത് അല്ല, ഇന്ത്യൻ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് എന്നാണ് അതിൻ്റെ പേര്. അതെന്താ പറയുക, അതിൻ്റെ കീഴിൽ കുറച്ചധികം കോളേജസ് ഉണ്ട്. ഓക്കെ, അവിടെ ഫീസ് കുറച്ച് കൂടുതലായിരിക്കും. പ്രൈവറ്റ് അല്ല, എന്നാൽ പാതി ഗവൺമെൻറ് ആണ്, പാതി പ്രൈവറ്റ്. അതുപോലെ റാങ്ക് 40,787. മെറിറ്റ് കിട്ടുമോ? CS കാറ്റഗറി ഇഴവ. ഏത് കോളേജിലാണ് ഉദ്ദേശിച്ചത്, ഗവൺമെൻറ് ഓർ പ്രൈവറ്റ് എന്നുള്ള കാര്യം മെൻഷൻ ചെയ്യാമായിരുന്നെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാമായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. താങ്ക് യു.